ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഉലകനായകൻ കമലഹാസനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ അണിയിച്ചൊരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രമായ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററോട്ട് റിലീസിന് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ. രണ്ട് കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറും അതോടൊപ്പം കമലഹാസന്റെ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ തന്ന ആ ഒരു പ്രതീക്ഷ. 1996 റിലീസ് ചെയ്ത ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ എക്കാലവും കണ്ട വലിയൊരു വിജയമായിട്ട് മാറുകയും സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് ഒരു അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് കമലഹാസന്റെ തന്നെ ആ ഒരു ക്യാരക്ടർ മാറിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ രണ്ട്, അതായത് ശങ്കറിന്റെ ഡയറക്ഷനിൽ ഇന്ത്യൻ എന്ന് പറയുന്നത്, അതായത് സേനാപതി വീണ്ടും വരുന്നെന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഭയങ്കര ആകാംക്ഷയിലാണ് ഈ സിനിമ കാണാൻ വേണ്ടി. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കണ്ടിട്ട് നമ്മൾ കണ്ണ് തള്ളിപ്പോയതാണ് ആ ടിക്കറ്റ് ബുക്കിങ്ങും. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ മാത്രമല്ല, ചിത്രത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു സ്വീകരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭാസിന്റെ കലക്കിക്ക് കിട്ടിയതിനേക്കാൾ ഒരു പടി മുകളിലാണെന്ന് വേണം ഒരുപക്ഷെ കമലഹാസൻ ഇന്ത്യൻ 2 ആദ്യ ദിനം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ, അല്ലെങ്കിൽ ചിത്രത്തിന്റെ പ്രീസെയിൽ ബിസിനസ്സിലൂടെ ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ പ്രതീക്ഷകളായിട്ട് എത്തിയ ചിത്രം ഇന്ന് തിയേറ്ററോട്ട് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഓൾമോസ്റ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ചിത്രത്തിന്റെ ആദ്യ ഷോ 8 മണിക്കാണ് തുടങ്ങിയിരിക്കുന്നത്. ചിത്രം കാണാൻ പോകുന്നതിനെ മുമ്പായിട്ടുള്ള ചിത്രത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ശങ്കറിന്റെ ഡയറക്ഷനാണ്. കമലഹാസൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രമാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ. അല്ലെങ്കിൽ വിവിധ ഗെറ്റപ്പുകളിൽ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കമലഹാസനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ട്രെയിലറിനകത്ത് പല സീനുകളിലായിട്ടും. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ വമ്പൻ താരനിര തന്നെയാണ് അണിനിരന്നിട്ടുണ്ടായത്. ആദ്യ ഭാഗത്തിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും കമലഹാസന്റെ ഡബിൾ റോൾ തന്നെയായിരുന്നു ആദ്യ ഭാഗത്തിലും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നത്. ചിത്രം തമിഴിന് പുറമെ തന്നെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷകളിലായിട്ടാണ് റിലീസിനെത്താൻ പോകുന്നത്. ചിത്രത്തിൽ കമലഹാസനൊപ്പം തന്നെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആരൊക്കെയെന്ന് നോക്കിയാണ് എസ് ജെ സൂര്യ, അതോടൊപ്പം വിവേക്, സക്കീർ ഹുസൈൻ, സമുദ്രക്കനി, അതോടൊപ്പം പ്രിയ ഭവാനി ശങ്കർ, രാഹുൽ പ്രീത് സിംഗ്, ബ്രഹ്മാനന്ദം, ഗോപി സിൻഹ, അങ്ങനെ തമിഴിനെയും തെലുങ്കിനെയൊക്കെ ആയിട്ടുള്ള പല പ്രമുഖ താരങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അണിനിരന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം. എത്രത്തോളം മികച്ചതാണ് ചിത്രത്തിന്റെ ട്രെയിലർ എന്ന് നമ്മൾ കണ്ടാണ്. ചിത്രം കഥ പറയുന്ന പ്രസന്റ് കാലഘട്ടത്തിലാണ്. അതായത് ആ ഒരു 1996 നിന്ന് മാറി ഇപ്പൊ 2024 ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സേനാപതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാരക്ടറിലായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെയ്വഴക്കത്തിലും ആക്ടേഴ്സിലും എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. നിലവിലെ കറപ്ഷൻ ബേസ് ചെയ്ത് തന്നെയാണ് ചിത്രം കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. നിരവധി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിത്രത്തിന്റെ ട്രെയിലറിനകത്ത് തുടക്കത്തിൽ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സത്യമായിട്ട് നമ്മളെല്ലാം പറച്ചില് മാത്രമല്ല, ആരും പ്രവർത്തിക്കുകയല്ല. സിദ്ധാർത്ഥിന്റെ തന്നെ വളരെ നല്ലൊരു റോളാന്ന് തോന്നുന്നു. മുഴുനീളമായിട്ടുള്ള ഇന്ത്യന്റെ അവസാനം നെടുമുടി വേണുവിനെയൊക്കെ വീണ്ടും കാണാൻ സാധിക്കും. ടെക്നോളജി ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ആ ഒരു VFX കാര്യങ്ങളെല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആക്ഷൻ സീക്വൻസ് ആദ്യ ഭാഗത്തിനേക്കാളും ഗംഭീരമെന്നാണ് തോന്നിക്കുന്നത്. അത്രത്തോളം ആദ്യം സിനിമ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പഴയ ഇന്ത്യനെ കാണുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഒരു മാറ്റം വരും പുള്ളിക്ക്. എസ് ജെ സൂര്യ തോന്നുന്നു മെയിൻ വില്ലൻ. சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொன்னாங்க, திருடாது, நீங்க தானே சொல்லி தந்தீங்க. பணம் தப்புறதுல செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது 2வது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். കുറച്ച് കത്തിയായിട്ട് തോന്നുന്നുണ്ട്. ഇത്രക്കൊക്കെ വേണ്ടിയിരുന്നോ? കണ്ടു കഴിയുമ്പോ അറിയാം. ഡയലോഗൊക്കെ കുഴപ്പമില്ല.
പക്ഷെ ഈ ഒരു ഏജിന് പറ്റിയ ഒരു ക്യാരക്ടറാണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. വിക്രത്തിന്റെ ഒരു ഇമ്പാക്റ്റിൽ ഇപ്പോഴും കമലഹാസൻ ആരാധകർ പുറത്തു വന്നിട്ടില്ല. ആ ഒരു സമയത്തോട്ടാണ് ഇന്ത്യൻ 2 ആയിട്ട് നമ്മുടെ ശങ്കർ വരുന്നത്. പക്ഷെ ട്രെയിലറിൽ നിന്ന് എനിക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും യാതൊരുവിധ രോമാഞ്ചസീനും കിട്ടിയില്ല. ഡയലോഗ് ഡെലിവറി ഒക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ അനിരുദ്ധ് ഏത് പടം ചെയ്താലും മ്യൂസിക് ഗംഭീരമാക്കുന്നായിരുന്നു. പക്ഷെ ഈ ഒരു പടത്തിലും ഇതും ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. മ്യൂസിക്കിന്റെ അവിടെ എല്ലാം ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. വിക്രം സിനിമ ആയിക്കോട്ടെ, ലിയോ ആയിക്കോട്ടെ, നിലവിൽ അനിരുദ്ധ് ചെയ്ത എല്ലാ സിനിമയ്ക്കകത്ത് ക്യാരക്ടറിനൊക്കെ നല്ല മികച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ 2 അത് വലിയ രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ അത് എത്രത്തോളം സിനിമയെ അഫക്ട് ചെയ്യുന്നത് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്തൊക്കെയാണ് ചിത്രം ആദ്യ ഭാഗത്തിനേക്കാട്ട് ഗംഭീരമാകുമെന്ന് സിനിമ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ട്രെയിലർ ഒരു ആവറേജ് മാത്രമായിട്ടാണ് തോന്നിയത്. എന്തൊക്കെയാണ് നമുക്ക് ഉടൻ തന്നെ 12 മണിയോടുകൂടി ഞാൻ ഈ സിനിമ കാണുന്നതായിരിക്കും. കണ്ടതിന് ശേഷം ചിത്രത്തിലെ മുഴുനീള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്